നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്ത്രീകളുടെ ക്യാൻസറുകളെ കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പമുള്ളത് ട്രാവൻകൂർ മെഡിക്കൽ കോളേജിലെ പ്രൊഫസറായ ഡോക്ടർ ഷീലാമണിയാണ് ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. മാഡം, ഈ സ്ത്രീകളുടെ ക്യാൻസർ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് ക്യാൻസറാണ്? അതുപോലെ തന്നെ സ്ത്രീകളുടെ ക്യാൻസർ, സെർവിക്കൽ ക്യാൻസർ എത്രത്തോളം ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ? നമ്മൾ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പേടിയുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും സ്ത്രീകൾ ക്യാൻസർ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു കുടുംബത്തിൻ്റെ സന്തുലിതാവസ്ഥ തന്നെ അങ്ങ് തകരുകയാണ്. അപ്പം സർവൈക്കൽ ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസറും ഇത് രണ്ടാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ക്യാൻസറുകളെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയുന്നത് അതിൻ്റെ ഒരു ഭാഗം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഒരു ഭാഗം അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സ്റ്റെപ്പ് ചെയ്യുന്നത്, മൂന്നാമത്തെ ഒരു കാര്യം അത് ഏർലി ഇൻ്റർവെൻഷൻ, അതായത് ഏർലി ആയിട്ട് അത് ഡയഗ്നോസ് ചെയ്യപ്പെടുക എന്നുള്ളത്. സ്ത്രീകളുടെ ക്യാൻസറുകൾ നമുക്ക് ഏർലി ആയിട്ട് കണ്ടുപിടിക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകാറുണ്ടോ? ഇപ്പം ഈ ബ്രസ്റ്റ് ക്യാൻസർ ആയാലും സർവൈക്കൽ ക്യാൻസർ ഇതാണല്ലോ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്നത്. അപ്പോൾ ഇത് രണ്ടും വളരെ ഒരു സ്ലോയിലാണ് ഇതിൻ്റെ പ്രോഗ്രസ്, വളരെ മന്ദഗതിയിലേ പ്രോഗ്രസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മെജോറിറ്റി ഒക്കെ ആളുകളും നമ്മളൊരു രോഗം മൂർത്തിച്ച സ്റ്റേജിലായിരിക്കും നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത്, ഒരു അഡ്വാൻസ് സ്റ്റേജിൽ. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു 50% ആളുകളും ലേറ്റായിട്ട് മാത്രമേ നമ്മുടെ അടുത്ത് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതേസമയം നേരത്തെ അവർ സ്ക്രീൻ ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ അവർ രക്ഷപ്പെടുത്തി രോഗവിമുക്തി ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമുക്ക് അഡ്വാൻസ് ചെയ്യാതെ രോഗം ലേറ്റ് ആകാതെ നോക്കാം. അതുപോലെ അവരുടെ മോർബിഡിറ്റി, അതുപോലെ മോർട്ടാലിറ്റി, മരണനിരക്ക് കുറയ്ക്കാം. ഇത് രണ്ടും ഒരുപാട് ക്യാൻസറിൻ്റെ മരണനിരക്ക് കൂട്ടുന്നതാണ്. സെർവിക്കൽ ക്യാൻസറുകൾ ഏതൊക്കെ തരം ആൾക്കാരിലാണ് നമുക്കൊരു ഹൈ റിസ്ക് ഗ്രൂപ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? സർവൈക്കൽ ക്യാൻസർ സാധാരണയായിട്ട് നമ്മളൊരു ഗ്രാമീണ പശ്ചാത്തലം ഇതിലുള്ളതാണ്, പുവർ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഇതിലുള്ളവരാണ് നമ്മൾ സാധാരണ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞത് പൊതുവായിട്ടും വൈറസ്, ലൈംഗിക രോഗം വഴി പകരുന്ന ഒരു വൈറസ് കാരണമാണ് ഈ സർവൈക്കൽ ക്യാൻസർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ ചെറിയ കൗമാരപ്രായത്തിൽ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, അതുപോലെ അതാണ് അൺപ്രൊട്ടക്റ്റഡ് സെക്സ്, അതുപോലെ കോണ്ടം ഒന്നും യൂസ് ചെയ്യാതെ സെക്സിൽ ഏർപ്പെടുക, അതുപോലെ ഒന്നിൽ കൂടുതൽ ആളുകളുമായിട്ടുള്ള സെക്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ. നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിന് പ്രധാന കാരണങ്ങൾ. ഏത് പ്രായക്കാരിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്? മാഡം പറഞ്ഞു നേരത്തെ ഒരു വൈറൽ ഇൻഫെക്ഷൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഇൻഫെക്ഷനെ നമുക്ക് നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് ട്രീറ്റ് ചെയ്യാൻ സാധിക്കില്ല. എപ്പോഴും നമ്മളിങ്ങനെ ഒരു ഇൻഫെക്ഷൻ ഒരു വൈറസ് മൂലമാണ് ഉണ്ടാകുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ എപ്പോഴും പറയും നമുക്ക് ഈ വൈറസിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അത് ആ വൈറസ് എന്ന് പറയുന്നത് ഒരു ഹെർപ്പിസ് ആണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസും ഹെർപ്പിസ് വൈറസുമാണ്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഹ്യൂമൻ പാപ്പിലോമ വൈറസാണ്. ഇത് ഒരുപാട് സ്ട്രെയിൻസ് ഉണ്ട്, 13 സെറ്റ് ഈ വൈറസുകളുണ്ട്. അപ്പോൾ ആ വൈറസിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കുകയെന്ന് വെച്ചാൽ ഈ സർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത് ഒരു 10-15 വർഷം മുമ്പേ ആണ് ഇതിൻ്റെ ക്യാൻസർ മുന്നോടികൾ വരുന്നത്. അപ്പോൾ രോഗം ഉണ്ടായി കഴിഞ്ഞിട്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റത്തില്ല. അതേസമയം നമ്മൾ സർവൈക്കൽ വാക്സിനൊക്കെ ഉണ്ട്, ഹ്യൂമൻ പാപ്പിലോമ വാക്സിൻ ഇപ്പം നിലവിലുണ്ട്. അപ്പോൾ ഇതിപ്പം നമ്മൾ എടുത്താൽ ഒരു 15 വർഷം കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ സർവൈക്കൽ ക്യാൻസർ വരാതിരിക്കാം. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ചെറുപ്പക്കാരിൽ പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ടോ? അതെ, മുമ്പൊക്കെ ആണെങ്കിൽ ഒരു 50 വയസ്സിന് ശേഷമാണ് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ നില നേരെ മറിച്ചാണ്. ഒരു 35 വയസ്സ് തൊട്ട് ഉള്ളവർക്ക് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാന റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ അമിതമായിട്ടുള്ള ഫാറ്റ് കണ്ടെയ്നിങ് ഫുഡ് കഴിക്കുക, പിന്നെ അതുപോലെ ഹോർമോൺസ് കൂടുതലായിട്ട് ഉപയോഗിക്കുക, പിന്നെ ഇപ്പോഴത്തെ ആ കൊഴുപ്പ് കലർന്ന ആഹാരമൊക്കെ കഴിച്ചിട്ടായിരിക്കാം ഒരു ഏർലി കുട്ടികളൊക്കെ നേരത്തെ തന്നെ പ്രായപൂർത്തി എത്തുന്നു. അതുപോലെ മെനോപോസ് ഒത്തിരി ലേറ്റായിട്ട് വരും, പോഷർ കൂടുതൽ, ഇതുമൂലവും ഒരു ബ്രസ്റ്റ് ക്യാൻസറിന് സാധ്യത കൂടുന്നു. ഇതേപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മൾ പറയും കല്യാണമൊക്കെ കഴിക്കുന്നത് ലേറ്റായിട്ട് കല്യാണം കഴിച്ചാലും കുട്ടികളുണ്ടാകുന്നില്ല. പിന്നെ അതുപോലെ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. അതുപോലെ ബ്രസ്റ്റ് ഫീഡിങ് വളരെ കുറച്ചായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതിനൊരു ബ്രസ്റ്റ് ക്യാൻസറിന് ഒരു കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫാമിലി ഹിസ്റ്ററി. ഇപ്പോൾ നമ്മൾ തന്നെ ഈയിടെ കേട്ടു, അതാണ്ട് ഒരു ആക്ട്രസ് അല്ലേ, ഏഞ്ചലീന ജോളി എന്ന് പറഞ്ഞൊരു ആക്ട്രസ് ഡബിൾ മാസ്റ്റെക്ടമി കഴിഞ്ഞു. കാരണം എന്താണ്? ഇവരുടെ മദർ പണ്ട് 2007 ഒവേറിയൻ ക്യാൻസർ വന്ന് മരിച്ചുപോയി. അപ്പോൾ ഈയിടെ അവർക്ക് വീണ്ടും ഒവേറിയൻ
2 ഓവറിയും കൂടെ നീക്കം ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമ്മളപ്പോൾ ഫാമിലി ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അമ്മയ്ക്കോ അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഈ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒവേറിയൻ ക്യാൻസറോ ബ്രസ്റ്റ് ക്യാൻസറോ നമുക്ക് വരാനുള്ള സാധ്യത ഇരട്ടിയാണ് സാധാരണ ഉള്ളവരെക്കാൾ. നമുക്കറിയാം ഏതൊരു ചെറിയ മുഴ പോലും വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമല്ലാത്ത അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തോന്നിക്കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ ആരും അങ്ങനെ ഒരു കാര്യം നോട്ടീസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഡോക്ടറുടെ സേവനം തേടാത്തവർ വളരെ കുറവാണ്. അപ്പോൾ ഈ ബ്രസ്റ്റ് ക്യാൻസർ നമുക്കിപ്പോൾ ഏർലി ഡിറ്റക്ഷൻ നമുക്ക് പോസിബിൾ ആണ്. ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് ഏർലി ഡിറ്റക്ഷൻ പോസിബിൾ പറഞ്ഞാൽ ഇതൊരു അവയർനെസ് ആണ്. ഇത് എങ്ങനെയാണ് ബ്രസ്റ്റ് ക്യാൻസർ വരുന്നത്? കാരണം ബ്രസ്റ്റ് ക്യാൻസറിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ളവരുടെ സാധ്യത കുറയ്ക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റും? സെൽഫ് എക്സാമിനേഷനാണ്. അല്ലാതെ നമുക്ക് നാട്ടുകാരുടെ എല്ലാം പോയി നമുക്ക് എക്സാം ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സെൻസിറ്റീവ് ഏരിയ ആണല്ലോ. അപ്പോൾ നമ്മൾ സ്വയം ബ്രസ്റ്റ് എക്സാമിൻ ചെയ്തിട്ട് അതാ ചെറിയ മഴയോ തടിപ്പോ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമുക്കൊരു വിദഗ്ധ ഉപദേശം തേടാം. എന്നിട്ട് ആ ഡോക്ടർ ഇത് കണ്ടു കഴിഞ്ഞിട്ട് തീരുമാനിക്കും ഇത് കൂടുതൽ ഇതിന് ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ വേണോ എന്നുള്ളത്. മിക്കവാറും ഒരു 35 വയസ്സിൽ താഴെയാണെന്നുണ്ടെങ്കിൽ ഇത് സ്കാനൊക്കെ എടുക്കുക. പിന്നെ അതിൽ നിന്നും പിന്നെ വേണമെങ്കിൽ ബയോപ്സി അല്ലെങ്കിൽ ഫൈൻ നീഡിൽ ആബ്സ്പിറേഷൻ ഒക്കെ ചെയ്യാം. അതേസമയം 35 വയസ്സിൽ മുകളിലാണെന്നുണ്ടെങ്കിൽ മാമോഗ്രാം ആയിരിക്കും ഐഡിയൽ. മാമോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്നും അതനുസരിച്ച് പിന്നെ ബാക്കി വേറെ എന്തെങ്കിലും ചെയ്യണോ എന്ന് നോക്കാൻ പറ്റും. നമുക്ക് എല്ലാ മുഴകളും നമുക്കറിയാം ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ ഇത് കണക്ക് ഫൈബ്രോയിഡ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ മുഴകൾ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് ബ്രസ്റ്റിൽ ചെറിയ മുഴകളുള്ള. അപ്പോൾ ഈ മുഴകളുള്ളവരെല്ലാവരും പേടിക്കേണ്ട ഒരവസ്ഥയുണ്ടോ? അത് പക്ഷെ നമുക്ക് സ്വയം പരിശോധിക്കാൻ, നമുക്ക് പരിശോധിച്ചിട്ട് മുഴ ഉണ്ടെന്നറിയാം. ഒരു 10-ൽ 9 എണ്ണവും മാലിഗ്നൻസി സാധ്യത ഇല്ലാത്തതായിരിക്കും. ഒരു 10-ൽ 1 മാത്രമേ ഉള്ളൂ മാലിഗ്നൻസിക്ക് സാധ്യതയുള്ളത്. അപ്പോൾ നമ്മളത് സ്വയം തീരുമാനിക്കേണ്ട. നോക്കിക്കഴിഞ്ഞൊരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ തീരുമാനിക്കട്ടെ ഏതാണ് മാലിഗ്നൻസി ഏതാണ് വിനയൻ. നമുക്ക് അതിനുള്ള അത്രയ്ക്കുള്ള അവയർനെസ് അല്ലേ നമുക്കുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ ഈ ഹൈ റിസ്ക് ഗ്രൂപ്പ്, അതായത് ഇപ്പോൾ അച്ഛനോ പിന്നെ ഫാമിലി ഹിസ്റ്ററിയിൽ ഇപ്പോൾ സഹോദരങ്ങൾക്ക് ഏതെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായിരുന്നോ, അത്തരത്തിൽ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് നേരത്തെ കൂട്ടി നമുക്ക് പ്രിവെൻറ്റീവായിട്ട് അവരുടെ ജീവിതശൈലിയിലോ അല്ലെങ്കിൽ ജീവിതചര്യയിലോ ഒക്കെ ഒരു വ്യത്യാസം വരുത്തേണ്ടത് ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ പറയണ നമുക്ക് എല്ലാവരും ഈ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് നമുക്ക് ഇപ്പോൾ ഒരു ഹോർമോൺസ് എടുക്കേണ്ടി വന്നു എന്നിരിക്കട്ടെ. ഉദാഹരണത്തിന് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ഒരുപാട് നമുക്ക് എടുക്കേണ്ടി വന്നു. ഇല്ലെങ്കിൽ മെനോപോസ് എത്തിക്കഴിഞ്ഞിട്ട് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാം. നമുക്കൊരു റിസ്ക് ഫാക്ടർ ഉള്ളതാണല്ലേ. അപ്പോൾ ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡബിൾ റിസ്ക്കാണ് ബ്രസ്റ്റ് ക്യാൻസർ ഒവേറിയൻ ക്യാൻസർ ഉണ്ടാകാൻ. അപ്പോൾ അതുപോലെ തന്നെ ഈ ബ്രസ്റ്റ് ക്യാൻസർ ജീൻ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ അടുത്ത സെറ്റപ്പിൽ അത് പറ്റത്തില്ല. കാരണം ഒരു ടെസ്റ്റിന് തന്നെ 35,000 രൂപ വിലയാണ്. അപ്പോൾ നമുക്ക് ആ ടെസ്റ്റൊന്നും നടത്തി പറ്റാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യാം. അപ്പോൾ ഹോർമോൺസ് ആവശ്യമില്ല, നമ്മൾ എടുക്കാൻ പാടില്ല. അപ്പോൾ ഇത് മെനോപോസിൽ നമുക്ക് ഹോർമോൺസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു മാമോഗ്രാം നമുക്ക് ചെയ്ത് നോക്കാം. എന്തെങ്കിലും അത് മസ്റ്റാണെങ്കിൽ, അല്ലെങ്കിൽ കഴിയുന്നത് അവോയ്ഡ് ചെയ്യുക. അതുപോലെ നമ്മൾ പിന്നെ ഫാമിലി ഹിസ്റ്ററി ഇതിൽ തന്നെ നമുക്ക് തടി ഉണ്ടെങ്കിൽ അമിത വണ്ണം ഉണ്ടെങ്കിൽ നമുക്കത് കുറയ്ക്കാം. അതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫൈൽ ചെയ്തിട്ട് പിന്നെ മാംസം ഉള്ള ആഹാരം കുറയ്ക്കാം. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് പ്രൊമോട്ട് ചെയ്യാം. പിന്നെ കുഞ്ഞുങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ലേറ്റ് മാരേജ്, ലേറ്റ് പ്രഗ്നൻസി, പിന്നെ കുഞ്ഞുങ്ങളുടെ എണ്ണം, ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ ലൈഫ് സ്റ്റൈൽ നമുക്ക് മാറ്റാൻ പറ്റും കുറേയൊക്കെ. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ബ്രസ്റ്റ് ക്യാൻസറുകൾ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് എന്തൊക്കെ രീതിയിൽ നമുക്ക് ഇത്തരത്തിലൊരു സമൂഹത്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? നമുക്കറിയാം ഒരുമാതിരി എല്ലാവർക്കും അറിയാം ഇത് കണക്ക് എന്തെങ്കിലും ഒരു മുഴ ഉണ്ടെങ്കിൽ അത് നേരത്തെ കൂട്ടി ഒരു ഡോക്ടറെ അടുത്തേക്ക് എത്തപ്പെടുമെന്ന്. പലപ്പോഴും ആ ഒരു മുഴ ശ്രദ്ധിക്കപ്പെടാതെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു മുഴ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളതായിരിക്കാം സത്യം എന്ന് പറയുന്നത്. അത്തരത്തിൽ നമുക്ക് എത്ര നാളിൽ ഒരിക്കലൊരു സെൽഫ് എക്സാമിനേഷൻ നമ്മൾ ചെയ്യേണ്ടി വരും? എപ്പോഴായിരിക്കണം ഈ സെൽഫ് എക്സാമിനേഷൻ ചെയ്യാനായിട്ട് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ടൈം? സാധാരണ നമുക്ക് ഐഡിയലായിട്ട് പറയുകയാണെങ്കിൽ 20 വയസ്സിന് മുകളിലായിട്ടുള്ള പെൺകുട്ടികൾ ഒരു പീരീഡ്സ് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഒരു 1 വീക്കൊക്കെ കഴിയുമ്പോൾ ആണ് ഒരു മാസത്തിലൊരിക്കൽ ചെയ്താൽ മതി ബ്രസ്റ്റ് സെൽഫ് എക്സാം. അത് ചെയ്യാം. അത് റെഗുലറായിട്ട് എല്ലാ മാസവും ചെയ്യുക. അതേസമയം മെനോപോസ് കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് എവറി മന്ത് ഒരു 1st ഓഫ് എവറി മന്ത് അങ്ങനെ അവർക്ക് വേണമെങ്കിൽ ഒരു പ്ലാൻ ചെയ്യാം. അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് ഇൻ കേസ് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മുഴ കാണുന്നെങ്കിൽ നമുക്ക് ഫർദർ വിദഗ്ധോപദേശം നേടിയാൽ മതി. മാഡം പറഞ്ഞു കഴിഞ്ഞു, ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ
നേരത്തെ മാഡം സൂചിപ്പിച്ച പോലെ ഗർഭാശയ ഗുഹ ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞാൽ, സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കേരളത്തിൽ അത് എത്രത്തോളം ഉണ്ട് ഇത്തരത്തിലുള്ള ക്യാൻസറുകൾ? അതുപോലെ തന്നെ നമുക്കറിയാം ബ്രസ്റ്റ് ക്യാൻസറിനെ പോലെയല്ല, കുറച്ചുകൂടി അത് ഒരു സെൽഫ് എക്സാമിനേഷനോ അത്തരത്തിലുള്ള ടെസ്റ്റുകളൊന്നും നമുക്കൊരു പക്ഷേ അത്തരം ക്യാൻസറുകളുടെ ഡയഗ്നോസ് ചെയ്യപ്പെടാനായിട്ട് സാധ്യതയുമില്ല. അപ്പോൾ ഇത്തരം കേസുകൾ ഈ ബ്രസ്റ്റ് ക്യാൻസറിനെ പോലെ അല്ലാതെ തന്നെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഡോക്ടറെ അടുത്ത് സമീപിക്കാനുള്ള സാധ്യത കൂടുതലല്ലേ? ബ്രസ്റ്റ് ക്യാൻസറിനെക്കാട്ടിലും അതിനൊരു ശരിക്കും ഒരു സ്ക്രീനിങ് പ്രോഗ്രാം ബ്രസ്റ്റ് ക്യാൻസറിനില്ല. പക്ഷേ ഇതിന് സെർവൈക്കൽ ക്യാൻസറിന് ശരിക്കും ഒരു നാഷണൽ സ്ക്രീനിങ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ആളുകൾക്ക് അവയർനെസ് ഉണ്ട്. പ്രത്യേകിച്ചും ഈ HIV എയ്ഡ്സ് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്, അത് ഇതുപോലെ സെക്ഷൽ കോണ്ടാക്റ്റ് വഴിയാണ്. അപ്പോൾ ആളുകൾക്ക് ഇപ്പം നമുക്ക് HIV-യുടെ ഒക്കെ ഇൻസിഡൻസ് കുറവാണ്. അതുപോലെ തന്നെ സെർവൈക്കൽ ക്യാൻസറിൻ്റെ ഇൻസിഡൻസും പണ്ടത്തേതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ കുറവാണ്. ഇപ്പോൾ ആളുകൾക്കെല്ലാം അറിയാം, അതായത് മാസ് മീഡിയ വഴി, പേപ്പർ വഴി, പിന്നെ നമ്മൾ തന്നെ ഓരോരുത്തർക്ക് ടോക്ക് കൊടുത്ത് അപ്പോൾ അങ്ങനെ അറിയാൻ കുറച്ചും കൂടെ അവെയറാണ് ഇത് ക്യാൻസർ. ഇപ്പോൾ ഇങ്ങനെ ഈ ജീവിത രീതി അഡോപ്റ്റ് ചെയ്താൽ ക്യാൻസർ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ ആളുകൾ അലർട്ടായി പിന്നെ അവെയറായി ഇതിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഈ ഇതിനെ സെർവൈക്കൽ ക്യാൻസറിനും പ്രാരംഭ ലക്ഷണങ്ങളൊന്നും കാണത്തില്ല. അപ്പോൾ നമുക്ക് ഒരു ലക്ഷണം ഇല്ലെങ്കിൽ പോലും വിവാഹം കഴിഞ്ഞിട്ടുള്ള ഒരു 30 വയസ്സിൽ മുകളിലുള്ള എല്ലാ സ്ത്രീകളും വർഷത്തിലൊരിക്കൽ ഒരു പാപ്പ് സ്മിയർ എന്നൊരു ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ ടെസ്റ്റിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരു സെർവൈക്കൽ ക്യാൻസർ 10 വർഷം കഴിഞ്ഞാണ് വരുന്നതെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ഏർലി സെൽ ചേഞ്ചസ് ഗർഭാശയ മുഖത്ത് കാണും. അപ്പോൾ ഇതൊരു പാപ്പ് സ്മിയർ ടെസ്റ്റ് എടുത്തിട്ട് ഇത് നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അറിയാം, ഇയാൾക്ക് ഭാവിയിൽ ക്യാൻസർ ഉണ്ടാകും എന്നൊന്ന് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമുക്ക് അപ്രോപ്രിയേറ്റ് ടെസ്റ്റ് ഇൻ്റർവെൻഷൻ ചെയ്താൽ പിന്നെ നമുക്ക് ക്യാൻസർ ടോട്ടലി നമുക്ക് തടയാൻ പറ്റും. അതാണ് അതിൻ്റെ ഗുണം. നേരത്തെ ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് ടോട്ടലി തടയാൻ പറ്റത്തില്ല, അതിൻ്റെ റിസ്ക് കുറയ്ക്കാനേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞു ഈ സെർവൈക്കൽ ക്യാൻസർ വരുന്നത് ലോ സോഷ്യോ എക്കണോമിക് ക്ലാസ് ഉള്ള ആൾക്കാരാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർക്കും ഈ ഒരു ക്ലാസ് ബാധകമാണോ? അല്ല, സാധാരണ ബ്രസ്റ്റ് ക്യാൻസർ ഒരു നാഗരിക ജീവിതശൈലി അഡോപ്റ്റ് ചെയ്യുന്നതിൽ കാണും. അത് ഹൈ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ആണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ അമിതവണ്ണം, കൊഴുപ്പ് കലർന്ന ആഹാരം, എയർലി മെൻസസ് ആകുന്നു, മെനോപോസ് ആകുന്നു, അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈല് ഹൈ സോഷ്യൽ. മറ്റേതാണെങ്കിൽ സിയർ സെർവിക്സ് ആണെന്നുണ്ടെങ്കിൽ ഗ്രാമപ്രദേശത്തിൽ താമസിക്കുന്നവർക്ക്, ലൈംഗിക ശുചിത്വം കുറവുള്ളവർക്ക്, പാവപ്പെട്ടവർക്ക്, മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് ഉള്ളവർക്ക്, ഒരുപാട് മക്കളുള്ളവർ, വളരെ ചെറുപ്പത്തിലേ കല്യാണം കഴിച്ച സെക്ഷൽ ലൈഫിലോട്ട് വന്നവർ, ഇങ്ങനെയാണ് അത് കൂടുതലായിട്ടും. അപ്പോൾ രണ്ട് ധ്രുവങ്ങളിലാണ് അവരുടെ പശ്ചാത്തലം. സാർ, മാം നേരത്തെ തന്നെ പറഞ്ഞു ഈ സെർവിക്കൽ ക്യാൻസർ വരാനായിട്ട് ഒരു 10-15 വർഷത്തെ ഒരു ചേഞ്ചസ് ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ ഈ ഏർലി ചേഞ്ചസുകൾ നമ്മൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കുമോ? ഇത് ടെസ്റ്റുകളിലൂടെ മാത്രമേ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നമുക്ക് സാധ്യമാകുള്ളൂ? അത് രോഗം അഡ്വാൻസ് ചെയ്താൽ മാത്രമേ അവരുടെ ലക്ഷണം വരിക എന്ന് പറഞ്ഞാൽ കോണ്ടാക്റ്റ് ഈ സെക്ഷൽ കോണ്ടാക്റ്റ് കഴിയുമ്പോൾ ബ്ലീഡിങ് വരിക, അല്ലെങ്കിൽ അർദ്ധവിരാമത്തിന് ശേഷം ബ്ലീഡിങ് വരിക. ഇപ്പോൾ എൻ്റെ ഒരു പേഷ്യൻ്റ് ഒരു 63 ഇയർ ഓൾഡാണ്. അപ്പോൾ ഇവർ മെനോപോസ് ഒരു 15 വർഷം മുമ്പേ ആയി. ആൺകുട്ടികൾ ഇവർക്ക് ബ്ലീഡിങ് വരും, പക്ഷേ ഇവർ ആരുടെടുത്തും പറയുന്നില്ല. പക്ഷേ ഹോസ്പിറ്റൽ റിപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്കും ശരിക്കും അഡ്വാൻസ് സ്റ്റേജ് ഓഫ് ക്യാൻസർ ആയി. അപ്പോൾ നേരത്തെ തന്നെ ഇവർക്ക് കാണും ചെറിയ ലക്ഷണങ്ങൾ, സാധാരണ ഇതിനൊക്കെ വരും എന്നതാണ്. എല്ലാവരും എല്ലാ വർഷവും അങ്ങ് സ്മിയർ എടുത്ത് നോക്കുക. നമുക്ക് ആ സ്മിയർ എടുക്കുമ്പോൾ മനസ്സിലാകാം ഇത് ക്യാൻസർ ആകാം. അല്ലെങ്കിൽ ഇപ്പോൾ ക്യാൻസർ അല്ലെങ്കിൽ പോലും ഇപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാം, വേറെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസൊക്കെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാം, HPV ഇൻഫെക്ഷൻ, ഇതെല്ലാം നമുക്ക് ആ സ്മിയറിൽ കൂടെ. ഈ സെർവിക്കൽ ക്യാൻസർ ഒരു പ്രിവെൻറ്റീവ് അല്ലെങ്കിൽ പ്രിവെൻറ്റബിൾ ടൈപ്പ് ഓഫ് ക്യാൻസറിൽ അല്ലെങ്കിൽ പെടുന്നതാണ്. നമുക്കറിയാം പല ക്യാൻസറുകളും നമുക്ക് വളരെ കുറച്ച് ക്യാൻസറുകളേ ഉള്ളൂ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാൻസറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെർവിക്കൽ ക്യാൻസർ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ടോട്ടലി പ്രിവെൻറ്റബിൾ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൻ്റെ ആ ക്യാൻസറിൻ്റെ മുന്നോടികൾ ഒരു 10-15 വർഷം മുമ്പ് തന്നെ മാനിഫെസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇൻ്റർവെൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ അഡിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറ്റത്തില്ല, പിന്നെ ഉള്ളൂ. പിന്നെ ഏർലി ഡയഗ്നോസിസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ പാപ്പ് സ്മിയറിൽ ഇത്തരത്തിലുള്ള ചേഞ്ചസുകൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് പോകുന്നത്? പലപ്പോഴും ഒരു പേഷ്യൻ്റ് അടുത്ത് പറയുന്നത് CA ആവാൻ സാധ്യതയുള്ള ഒരു ടെസ്റ്റ് റിപ്പോർട്ടാണ് എന്ന് പറഞ്ഞാൽ പോലും പേടിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമുക്ക് ഡയഗ്നോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ സാധിക്കും. നമുക്ക് പോസിറ്റീവായിട്ട് വരും.
മാഗ്നിഫൈ ചെയ്ത് സെർവൈക്കൽ മുഖം തന്നെ മാഗ്നിഫൈ ചെയ്ത് കാണാൻ കോൾപോസ്കോപ്പി ചെയ്യാം, ഡയറക്റ്റഡ് ബയോപ്സി എടുക്കാം. എന്നിട്ട് അതിൻ്റെ എന്നുവെച്ചാൽ അതുപോലെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇതിൻ്റെ ഗ്രേഡിങ് മനസ്സിലാവും, ഏത് ഗ്രേഡാണ് പെത്തോളജി. ആ ഗ്രേഡ് അനുസരിച്ച് സ്റ്റേജ് അനുസരിച്ച്, സ്റ്റേജ് എന്ന് പറയുമ്പോൾ കൂടുതൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ അതോ അവിടെ തന്നെയാണോ, അതനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് വ്യത്യാസപ്പെടുത്തും. അപ്പോൾ ചിലർക്ക് ചിലപ്പം പിന്നെ ഒരു ചെറിയ കോട്ടറൈസേഷൻ മതിയാവാം, ചിലർക്ക് കുറച്ചും കൂടെ അഡ്വാൻസ് സർജറി വേണം, ചിലർക്ക് റാഡിക്കൽ സർജറി തന്നെ വേണ്ടി വരും, ചിലർക്ക് റേഡിയേഷൻ വേണ്ടി വരും. അങ്ങനെ ആ ഡിപ്പെൻസ് ആ സ്റ്റേജ് അനുസരിച്ചാണ് നമ്മളത് തീരുമാനിക്കുന്നത്, ഏത് തരത്തിലുള്ള സർജറി ട്രീറ്റ്മെൻറ്റ് ഏത് തരത്തിലാണ് വേണ്ടതെന്നുള്ളത്. തീർച്ചയായിട്ടും മാം, ഈ HPV വാക്സിനെ കുറിച്ച് പറഞ്ഞു, അത് എപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ HPV വാക്സിൻ, അതായത് സെർവിക്കൽ ക്യാൻസറിന് ഉള്ള പ്രതിരോധത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഈ വാക്സിൻ എപ്പോഴാണ് നമ്മൾ കൊടുക്കുക, സ്ത്രീകൾക്ക് കൊടുക്കുക? അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഒരു പ്രോട്ടോക്കോളിൽ ഇത്തരം വാക്സിനേഷൻ അല്ലെങ്കിൽ ഇത്തരം വാക്സിനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ഈ HPV വാക്സിൻ അതിപ്പോഴാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 2009 HPV വാക്സിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ. അത് FDA അപ്രൂവൽ ഇതൊക്കെ ഉണ്ട്. പക്ഷേ അത് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് എപ്പോഴാണ്, ഈ ഒരു 9 വയസ്സും 26 വയസ്സിനും ഇടയ്ക്കുള്ള ആ പീരീഡിലാണ്. കാരണം ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ HPV വൈറസിൻ്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് ഈ വാക്സിനേഷൻ. അപ്പോൾ സെക്ഷൽ കോണ്ടാക്റ്റ് വഴിയാണല്ലോ ഈ ക്യാൻസർ വരുന്നത്. അപ്പം HPV ഇപ്പോൾ 9 വയസ്സിൽ ഈ കുട്ടിക്ക് കൊടുത്താൽ ഈ അനദർ 10 വർഷം കഴിയുമ്പോഴാണ് ഈ കൊച്ചിനെ കല്യാണം കഴിക്കുകയോ സെക്ഷൽ കോണ്ടാക്റ്റോ വരുന്നത്. അപ്പോൾ ഈ സമയം കൊണ്ട് HPV വൈറസ് ഉണ്ടെങ്കിൽ അതിനെ നശിച്ചു പോവുക, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സാധാരണ 3 ഡോസാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് ഡോസ് ഇപ്പോൾ 1 കൊടുത്തു കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞ് അടുത്ത ഡോസ്, പിന്നെ 4 മാസം കഴിഞ്ഞ് നെക്സ്റ്റ് ഡോസ്. പക്ഷേ ഓരോ ഡോസിനും 2800 രൂപ വീതം വിലയുണ്ട്. അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് അഫോർഡ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഒരു ലോങ് ടേം ഒരു സ്റ്റഡിയൊന്നും നടത്തിയിട്ടില്ല ഈ വാക്സിൻ്റെ. വളരെ അപൂർവമായിട്ട് ചിലർക്ക് പിന്നെ ഫിറ്റ്സൊക്കെ വരാറുണ്ട്, ചിലപ്പോൾ ന്യൂറോളജിക്കൽ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷേ ഡെഫിനറ്റ്ലി ദിസ് ഈസ് ഹെൽപ്ഫുൾ. അപ്പോൾ തടയാൻ പറ്റും സർവൈക്കൽ ക്യാൻസർ നമുക്ക്. പക്ഷേ ഒരുപാട് പേര് ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. നമുക്ക് 30 വയസ്സുള്ള കൊച്ചിൻ്റെ അടുത്ത് ഭാവിയെന്ന് എനിക്ക് ക്യാൻസർ വരും, കാരണം ക്യാൻസർ അങ്ങനെ സെക്ഷൽ കോണ്ടാക്റ്റ് വഴിയാണ് വരുന്നത്, അങ്ങനെ നമുക്ക് കൊടുക്കാനായിട്ട് അങ്ങനെ ഒരു എന്താണ് ഒരു പ്രോപ്പഗാൻഡ കൊടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് കാണും. തീർച്ചയായിട്ടും. അപ്പോൾ ഈ HPV വാക്സിൻ എടുത്ത ആൾക്കാരിൽ സാധാരണഗതിയിൽ നമുക്കറിയാം, പുറം രാജ്യങ്ങളിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ US പോലെയുള്ള രാജ്യങ്ങളെടുത്ത് നോക്കിയാൽ അത്തരം ഡെവലപ്ഡ് കൺട്രീസിൽ ഈ ഇത്തരം സെർവിക്കൽ ക്യാൻസറുകൾ വളരെ കുറവായിട്ട് വരുന്നു എന്നുള്ള പഠനങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു നമ്മൾ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇത്തരം ക്യാൻസറുകൾ കൂടുകയും ഡെവലപ്ഡ് കൺട്രീസിൽ ഇത്തരം ക്യാൻസറുകൾ കുറഞ്ഞു വരുന്നതായിട്ടും ഉണ്ടോ യഥാർത്ഥത്തിൽ? അത് US ആണെങ്കിൽ അത്രയും അവയർനെസ് ഉണ്ട്, ആളുകൾക്കറിയാം ഇത് ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ സർവൈക്കൽ ക്യാൻസർ ഇത് എന്തുകൊണ്ടാണ് വരുന്നത്, എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഒരുപക്ഷെ അവർക്ക് മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് കാണും, പക്ഷെ അവർ ഡെഫിനറ്റ്ലി കോണ്ടം യൂസ് ചെയ്യുക. അപ്പോൾ അതുപോലെ ഈ ഇയർലി പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഡോക്ടറെ സമീപിക്കുക. അങ്ങനെ ഒരു ഹെൽത്ത് അവയർനെസ് അവർക്ക് കൂടുതലുണ്ട്. നാഷണൽ പ്രോഗ്രാമും വളരെ, പക്ഷെ നമ്മുടെ നാട്ടിലുള്ള പ്രോഗ്രാം ആളുകളും അത്രയും അവെയർ അല്ല, അതാണ് അതിൻ്റെ കാരണം. തീർച്ചയായിട്ടും ഈ സെർവിക്കൽ ക്യാൻസറുകൾ അപ്പോൾ ഏർലി ഡയഗ്നോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ക്യാൻസറായി മാറാതെ നമുക്കത് അത്തരത്തിലേക്കൊരു ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് തീർച്ചയായിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, ടോട്ടലി പ്രിവെൻറ്റബിൾ ആണോ എന്ന് പറഞ്ഞത്. നേരത്തെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോട്ടറൈസ് ചെയ്യാം, അല്ലെങ്കിൽ ലീഫ് സർജറി ചെയ്യാം, അല്ലെങ്കിൽ കോൺ ബയോപ്സി എടുക്കാം, അങ്ങനെ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ നമുക്കത് അഡ്വാൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ആൾ മരിച്ചു പോകും, പിന്നെ റേഡിയേഷനേ ഉള്ളൂ. അപ്പോൾ അത് വെച്ച് നമുക്ക് സർവൈവൽ റേറ്റ് വളരെ ചാൻസ് കുറവായിരിക്കാം ഒത്തിരി അഡ്വാൻസ് സ്റ്റേജ്. നേരത്തെ പറഞ്ഞു സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞു, ബ്രസ്റ്റ് ക്യാൻസറുകളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് ക്യാൻസറും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ള ക്യാൻസറുകളാണ്? തീർച്ചയായിട്ടും. അത് ഓരോ സ്റ്റേജ് അനുസരിച്ചാണല്ലോ. ഇപ്പോൾ ഇനിഷ്യൽ സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ സ്പ്രെഡ് ചെയ്യത്തില്ല, നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിച്ച് സ്പ്രെഡ് ചെയ്യാതെ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും. പക്ഷേ പേഷ്യൻ്റ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇവരൊന്നും ഒരു പ്രാരംഭ സ്റ്റേജിൽ ആരും വരാറില്ല. ഒരു 50% ആളുകളെ പ്രാരംഭ സ്റ്റേജിൽ വരാറുള്ളൂ. ബാക്കി എല്ലാവരും ഡയഗ്നോസ് ചെയ്യുമ്പോൾ വളരെ ലേറ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഡെഫിനറ്റ്ലി മറ്റുള്ള സ്ഥലങ്ങൾ സ്റ്റേജിങ് ആയിപ്പോവും. തീർച്ചയായിട്ടും. നേരത്തെ പറഞ്ഞു മാഡം, സ്ത്രീകൾ ഏറ്റവും കൂടുതൽ കാണുന്ന ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് സെർവിക്കൽ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒവേറിയൻ ക്യാൻസർ, അതുപോലെ തന്നെ ഒവേറിയൻ ക്യാൻസർ സ്ത്രീകളിൽ എത്രത്തോളം ഉണ്ട്? അതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഒരു ജെനറ്റിക് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് വരാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ ഒരു പ്രിവെൻറ്റ് ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു ക്യാൻസറാണോ? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി ഹിസ്റ്ററി ഓഫ് ക്യാൻസർ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഒവേറിയൻ ക്യാൻസറിലും. ഇപ്പോൾ മുമ്പ് പറഞ്ഞില്ലേ, ഏഞ്ചലീന അവരുടെ മദറിന് ഒവേറിയൻ ക്യാൻസർ മൂലം മരിച്ചു, അതുകൊണ്ട് ഇവരും
ഓവറി എടുത്തു. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഏത് തരം ഗൈനക്കോളജിക്കൽ ക്യാൻസർ, ഇപ്പം എൻഡോമെട്രൽ ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ, സർവൈക്കൽ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ഇതിലെല്ലാം സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ ഒരാൾക്കുണ്ടെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന് വരാനുള്ള റിസ്ക് കൂടുതലാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒവേറിയൻ ക്യാൻസറിനും അതേ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷണവും കാണത്തില്ല. നമ്മൾ യാതൊരു ലക്ഷണം, മെൻസ്ട്രൽ റെഗുലാരിറ്റി ഇല്ല, യാതൊന്നുമില്ല. അത് മിക്കവാറും പോസ്റ്റ് മെനോപോസൽ ഏജിലാണ് കാണുന്നത്. ഒരു 60 വയസ്സ് ഇതിലൊക്കെ ആയിരിക്കും കാണുന്നത്. വളരെ അപൂർവം മാത്രം ഒരു പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ് വരും, ഇല്ലെങ്കിൽ ഒരു ലക്ഷണവും കാണത്തില്ല. അങ്ങനെ അഡ്വാൻസ് സ്റ്റേജ് ആകുമ്പോഴാണ് ഒരു വയറിലൊക്കെ ഒരു അസ്വസ്ഥത, ഒരു മാസം എന്നൊക്കെ. മറ്റേതെങ്കിലും അസുഖമായിട്ട് ഇപ്പോൾ അപ്പൻഡിസൈറ്റിസ് ആയിട്ടോ അല്ലെങ്കിൽ വയറുവേദനയൊക്കെ ആയിട്ട് പോകുമ്പോൾ ഒരു അൾട്രാസൗണ്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരം അൾട്രാസൗണ്ടിൽ ആക്സിഡൻ്റൽ ഫൈൻഡിങ് ആയിട്ട് ഈ ഒവേറിയൻ ക്യാൻസർ നമ്മൾ ഡിറ്റക്ട് ചെയ്യാറുണ്ട്. ഉണ്ട്. വളരെ അങ്ങനെ മുമ്പൊരു കേസ് അവർക്ക് തൈറോയിഡിൻ്റെ ഓപ്പറേഷന് വേണ്ടി വന്ന ആളാണ്. അപ്പോൾ വയറൊക്കെ വീർത്തിരിക്കുന്നതിനുണ്ട്. സർജന് ഇവർക്കൊരു സ്കാൻ അഡ്വൈസ് ചെയ്തപ്പോഴെന്താണ് വലിയൊരു ഒവേറിയൻ ട്യൂമർ. അപ്പോൾ അവർക്ക് ഒരു ലക്ഷണവും ഇല്ല. സർജന് ആ വയറ് കണ്ടുകൊണ്ട് വെറുതെ ആ ഒരു പാർട്ട് ഓഫ് ഇവാലുവേഷൻ സർജറിക്ക് മുമ്പായിട്ട് ചെയ്തതാണ്. അപ്പോഴേ വലിയ ട്യൂമറാണിരുന്നു. അപ്പോൾ അത് മിക്കവാറും ഈ പോസ്റ്റ് മെനോപോസിലൊക്കെ വരുമ്പോൾ ശരിക്കും മാലിഗ്നൻസി ആയിരിക്കും. അതേസമയം യങ്ങർ ഏജ് ഗ്രൂപ്പിലാണെങ്കിൽ മാലിഗ്നൻസി സാധ്യത കുറവുള്ള ക്യാൻസർ ആയിരിക്കും. തീർച്ചയായിട്ടും മാഡത്തിൻ്റെ തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സ്ത്രീകളിൽ ഉണ്ടാകുന്ന ക്യാൻസറുകളെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ പ്രതിരോധത്തെക്കുറിച്ചും വളരെ ലളിതമായി തന്നെ പറഞ്ഞു തന്നതിൽ ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം നിങ്ങൾക്കറിയാം. ടു ദ പ്രൊഡ്യൂസർ, ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello doctor@peopletv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.